ഒരു ദശാബ്ദക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ്റെ ഭരണം ഏതാനും ദിവസങ്ങൾക്കകം അവസാനിക്കാൻ പോവുകയാണ്. ഒരുപക്ഷേ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമോ ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പോലും സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഈ ചോദ്യം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് കേരളത്തിലെ 2.72 കോടി വോട്ടർമാർ. 3 കോടിയിലധികം ജനങ്ങളുടെ പ്രതിനിധികളായി നിയമസഭയിൽ വരേണ്ടതായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തത്തിലാണ് കേരളത്തിലെ സമൂഹം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ സജീവമായി അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഈ തെരഞ്ഞെടുപ്പ് രംഗം അടി മുതൽ മുടി വരെ അവലോകനം ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആശാകേന്ദ്രങ്ങളാണ് ഈ വിവര വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജൻസികൾ. അത് അച്ചടി മാധ്യമങ്ങളാകട്ടെ, ദൃശ്യമാധ്യമങ്ങളാകട്ടെ, സാമൂഹ്യ മാധ്യമങ്ങളാകട്ടെ, അവരിൽ നിന്നും കൂടെ ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ അതെത്ര ശരിയാണെങ്കിലും തെറ്റല്ലെങ്കിലും കേരളത്തെ പോലെ വിദ്യാഭ്യാസമുള്ള സാക്ഷരതയുള്ള ഒരു സമൂഹത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണത്തിലിരിക്കുന്നവർ പ്രതിപക്ഷത്തിരിക്കുന്നവരെയും പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷത്തിരിക്കുന്നവരെയും ഒക്കെ വിമർശിക്കുകയും അവരുടെ ചെയ്തികളെയും പ്രവൃത്തികളെയും ഒക്കെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ജനാധിപത്യ രീതിയിലെ ഒരു സാധാരണ സംഭവമാണ്. അപ്പോൾ ഇതിനൊക്കെ മുഖാന്തരമായിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ കൂടെയാണ്. വാർത്താ സമ്മേളനങ്ങൾ നടത്തുക, പത്രക്കുറിപ്പുകൾ ഇറക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയതായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി സംവദിക്കുക. ഇതൊക്കെയാണ് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ചെയ്യുന്നതും മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ ചെയ്യുന്നതും. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരെ പ്രധാനമായ സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ പല ആളുകളും പല നേതാക്കന്മാരും, അത് സാമുദായിക നേതാക്കന്മാരാകട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നേതാക്കന്മാരാകട്ടെ, അവരെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളാണ് ഈ സാമൂഹ്യ മാധ്യമവും മറ്റ് മാധ്യമങ്ങളും. അപ്പോൾ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ വിറളി പിടിച്ചുകൊണ്ട് അവരോട് പ്രതികരിക്കുന്ന ഒരു ഭരണാധികാരി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതിന് അപമാനമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണിപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ പ്രശസ്തനായ ഇരട്ടച്ചങ്കനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വളരെ വിചിത്രമായ ഒരു പത്രസമ്മേളനം നടത്തിയത് ഇപ്പോൾ മാധ്യമങ്ങളാകിയിട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അക്ഷമനായി ചോദ്യങ്ങളുടെ സമയമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് 2-3 പ്രത്യേക വാർത്താ ഏജൻസികൾ ചോദിച്ച ചോദ്യങ്ങൾ തെരഞ്ഞു പിടിച്ച് ഉത്തരം കൊടുത്തതിന് ശേഷം വളരെ ആക്രോശിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ മാധ്യമങ്ങളിലാകെ പരക്കെ വ്യാപകമായി പരന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരങ്ങൾ കൊടുത്തത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാവായിട്ടുള്ള ദേശാഭിമാനി ലേഖകനും പാർട്ടി ചാനലായ കൈരളിയുടെ ലേഖകനും ചോദിച്ച 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ട് ബാക്കി അവിടെ ഇരുന്ന 10-50ഓളം മാധ്യമപ്രവർത്തകർ, വിവിധ മാധ്യമങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉത്തരവാദപ്പെട്ട സീനിയർ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് പോലും മറുപടി കൊടുക്കാതെ വളരെ ആക്രോശിച്ചുകൊണ്ട് ശൗര്യത്തോടുകൂടി എഴുന്നേറ്റ് വളരെ സംസ്കാരരഹിതമായി നടന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രമാണിപ്പോൾ പരക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നേരത്തെ ചോദിച്ച ചോദ്യം പോലെ ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുകയാണ്, മാധ്യമ സുഹൃത്തുക്കളും ചോദിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് നേതാക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് നൂറ്റാണ്ടുകളായി അല്ലെ ലോകമാകെ അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അവർ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ പറയാനുണ്ടെങ്കിൽ ഉത്തരങ്ങൾ പറയും, അല്ലെങ്കിൽ ഉത്തരങ്ങൾ ശേഖരിച്ച് മറുപടി പറയാമെന്ന് വളരെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി മാധ്യമപ്രവർത്തകരെ നേരിട്ട് പ്രവർത്തക സമ്മേളനങ്ങൾ നടത്തുന്ന എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്.
ഏത് പാതിരാത്രിക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഐക്യജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജനസമ്മതനായിട്ടുള്ള ബഹുമാന്യനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒരിക്കൽ പോലും ഭരണത്തിലിരുന്നപ്പോൾ ഈ മാധ്യമപ്രവർത്തകരോട് ആക്രോശിക്കുകയും ശൗര്യം കാണിക്കുകയും അവരെ സംസ്കാരരഹിതമായ ഭാഷയിൽ വിശേഷിപ്പിക്കുകയും ചെയ്തതായി കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിഞ്ഞുകൂടെ. എന്തിനു പറയട്ടെ, വളരെ നർമ്മബോധമുള്ള ശ്രീമാൻ EK നായനാർ പോലും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ചിരിയോടുകൂടി മറുപടി കൊടുത്ത ചിത്രങ്ങൾ മായാതെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ, അതുപോലെ AK ആൻ്റണി, K കരുണാകരൻ, PK വാസുദേവൻ നായർ, അതുപോലെ EMS നമ്പൂതിരിപ്പാട്, പട്ടംതാണുള്ള R ശങ്കർ തുടങ്ങിയ മുൻകാല നേതാക്കന്മാരൊക്കെ ഭരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ജനങ്ങൾ നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാഗൽഭ്യമുള്ളവരാണ്. അവരെ പ്രതിനിധീകരിക്കുന്ന മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ നാളുകൾ രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ ഒരു വിധി എഴുതും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. കാരണം അവർക്ക് ഇതുപോലെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഇനിയും ആവശ്യമില്ല എന്നുള്ള തീരുമാനം കേരളത്തിലെ 2.72 കോടി വോട്ടർമാരും ഇതിനോടകം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും ഈ പറയുന്ന പിണറായി വിജയൻ എന്നതിൻ്റെ എല്ലാ സൂചനകളും ഇപ്പോൾ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കടക്ക് പുറത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശസ്തമായിട്ടുള്ള വാക്യം ലോകത്തെമ്പാടും ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹം പറഞ്ഞത്, പുറത്ത് കടക്ക്, ഗെറ്റ് ഔട്ട് എന്നുള്ള വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷാന്തരമാണ് കടക്ക് പുറത്ത്. ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഏകാധിപതികളുടെയൊക്കെ അല്ലെങ്കിൽ സേനാനായകന്മാരുടെയൊക്കെ കമാൻഡും കൽപ്പനയുമാണ്. അതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് മാന്യമായി ജനങ്ങളോട് ഇടപെടാനുള്ള ഒരു കുറഞ്ഞ സംസ്കാരമെങ്കിലും കാട്ടണം. നികൃഷ്ടജീവി, പരനാറി, ചെറ്റത്തരം എന്നൊക്കെയുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുഖ്യമന്ത്രി ഇനിയും കേരളത്തിന് വെച്ചു പുലർത്തേണ്ട ആവശ്യമില്ല എന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ സംസ്കാര സമ്പന്നനായി ദീർഘക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടി മാധ്യമപ്രവർത്തകരെയും പൊതുജനങ്ങളെയും കാണണം. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ തന്നെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രാദേശിക പ്രവർത്തകൻ തന്നെ ഒരു സമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കേ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെ അപമാനമാണ്. ഈ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഈ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യനല്ല. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ മാന്യത മുഴുവൻ കെടുത്തിക്കളഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിൽ ശ്രീ പിണറായി വിജയനെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. കടക്ക് പുറത്ത്, വീട്ടിൽ പോയി ചോദിക്കേ, ഇപ്പോൾ സൗകര്യമില്ല പറയാൻ എന്നൊക്കെയുള്ള ധാർഷ്ട്യവും അഹങ്കാരവും ധിക്കാരവും മൂർത്തീഭവിച്ചിരിക്കുന്ന ഒരു ആൾരൂപമായി ശ്രീ പിണറായി വിജയൻ തീർന്നിരിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദുര്യോഗം. ആ രോഗശാന്തിയിലേക്ക് പോകുന്ന ദിനങ്ങൾ അടുത്തു വരുന്നു. ഏപ്രിൽ മാസം 9-ാം തീയതിയോടെ ആ രോഗത്തിൽ നിന്ന് കേരളം വിമുക്തമാകുമെന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും വിചാരിക്കുന്നതും അതിനായി ഒരുങ്ങിയിരിക്കുന്നതും. അതുകൊണ്ട് ഇരിക്കുന്ന കസേരയുടെ മാന്യത നഷ്ടപ്പെടുത്താതെ ഇനിയും എണ്ണപ്പെട്ട ദിവസങ്ങൾ ഇരിക്കുമ്പോൾ പൊതുസമൂഹത്തോടും മാധ്യമപ്രവർത്തകരോടും സംസ്കാരത്തോടും അന്തസ്സോടും മാന്യതയോടും പക്വതയോടും കൂടെ ഇടപെടാനായിട്ടുള്ള ഒരു മാനസാന്തരം ശ്രീ പിണറായി വിജയൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണിപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആകെയുള്ള പ്രാർത്ഥനയും അപേക്ഷയും.